രാജ്യത്തെ ഒരു സംസ്ഥാനം ഉത്തരാഖണ്ഡ് ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കി കഴിഞ്ഞു. റിപ്പബ്ലിക് ഡേയുടെ പിറ്റേ ദിവസമായ ജനുവരി 27 തിങ്കളാഴ്ച മുതൽ ഉത്തരാഖണ്ഡ് എന്ന സംസ്ഥാനം ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കി തുടങ്ങി. മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി UCC വെബ്സൈറ്റ് തന്നെ ഉദ്ഘാടനം ചെയ്ത് പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തിരിക്കുന്നു. ഇനി ആ വെബ്സൈറ്റിലൂടെ നിങ്ങൾക്ക് ഈ നിയമത്തിൻ്റെ ഏകീകൃത സിവിൽ കോഡിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാം. നമുക്കതിനകത്ത് പരാതികൾ നൽകാം. അങ്ങനെ പലതും ആ വെബ്സൈറ്റിൽ ഇപ്പോൾ തുറന്നു കഴിഞ്ഞ് ഗവൺമെൻറ്റിൻ്റെ. ഈ പുഷ്കർ സിംഗ് ധാമിയുടെ നേതൃത്വത്തിൽ BJPയുടെ ഗവൺമെൻറ് ഉത്തരാഖണ്ഡിൽ അധികാരം ഏറ്റെടുക്കുന്നതിന് മുമ്പ് തന്നെ തിരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ BJP മുന്നോട്ട് വച്ച വാഗ്ദാനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാഗ്ദാനമാണ് സംസ്ഥാനത്ത് ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കും എന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം, BJPയുടെ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം കൂടിയ ആദ്യത്തെ മന്ത്രിസഭയിൽ തന്നെ ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ഒരു വിദഗ്ധ സമിതിയെ രൂപീകരിക്കാൻ വേണ്ടി തീരുമാനിക്കുകയും ചെയ്തു. ആദ്യത്തെ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ അത്തരത്തിലുള്ളൊരു തീരുമാനമെടുത്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു വിദഗ്ധ സമിതി രൂപീകരിക്കപ്പെടുകയും അവരുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഫെബ്രുവരി മാസത്തിൽ ബില്ല് തയ്യാറാക്കുകയും ഉത്തരാഖണ്ഡ് നിയമസഭ ബില്ല് പാസ്സാക്കുകയും ചെയ്തു. ഏകീകൃത സിവിൽ കോഡ് നിയമം ബില്ല് പാസ്സാക്കുകയും ചെയ്തു. അത് പിന്നെ ഗവർണറുടെ പരിഗണനയ്ക്ക് പോകുന്നു. അത് കഴിഞ്ഞ് രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് പോകുന്നു. രാഷ്ട്രപതിയുടെയും കൂടെ അംഗീകാരം ലഭിച്ചതിന് ശേഷം അതിൻ്റെ വിജ്ഞാപനം പിന്നെ മാർച്ച് മാസം 12-ാം തീയതി 2024 മാർച്ച് മാസം 12-ാം തീയതി അതിൻ്റെ വിജ്ഞാപനം പുറപ്പെടുവിക്കുകയും ചെയ്തു. ഉത്തരാഖണ്ഡ് സംസ്ഥാനം ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കും എന്ന വിജ്ഞാപനം പുറപ്പെടുവിക്കുകയും ചെയ്തു. രാഷ്ട്രപതിയുടെയൊക്കെ അംഗീകാരം ലഭിച്ചതിന് ശേഷം അങ്ങനെ ആദ്യമായിട്ടൊരു ബില്ല് പാസ്സാക്കിയ സംസ്ഥാനവും ഉത്തരാഖണ്ഡ് തന്നെയാണ്. ആ ബില്ല് പാസ്സാക്കുകയും അത് നടപ്പിലാക്കുകയും അതിൻ്റെ വിജ്ഞാപനം പുറപ്പെടുവിക്കുകയും ചെയ്തത് ഉത്തരാഖണ്ഡ് സംസ്ഥാനം തന്നെയാണ്. ആ വിജ്ഞാപനമാണ് ഇപ്പോൾ ഇന്ന് മുതൽ നടപ്പിലാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. UCC വെബ്സൈറ്റും മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇതിൽ കാണുന്നത് രാജ്യത്ത് മറ്റു പല സംസ്ഥാനങ്ങളും BJP ഭരിക്കുന്ന മറ്റു പല സംസ്ഥാനങ്ങളും ഉത്തരാഖണ്ഡിനെ മാതൃകയാക്കിക്കൊണ്ട് അവരുടെ സംസ്ഥാനങ്ങളിലും ഇത്തരത്തിൽ ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കാൻ ഉള്ള നീക്കങ്ങൾ ആരംഭിച്ചു. അതിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ കുറേ സംസ്ഥാനങ്ങളിലെങ്കിലും അത്തരത്തിലുള്ള നിയമം ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കാൻ തുടങ്ങും. യഥാർത്ഥത്തിൽ ഇതൊരു ദേശീയ വിഷയം തന്നെയാണ്, രാജ്യത്തിൻ്റെ വിഷയമാണ്. കേന്ദ്ര സർക്കാരാണ് ഇത്തരത്തിലൊരു നിയമം പാസ്സാക്കേണ്ടത്. പക്ഷേ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുമ്പോൾ അതിൻ്റേതായ ചില പ്രശ്നങ്ങളും പ്രതിഷേധങ്ങളും ഉള്ളത് കൊണ്ടാണ് ഇപ്പോൾ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ സെപ്പറേറ്റ് ഇപ്പോൾ ഒരു നിയമം പാസ്സാക്കി അവരവരുടെ സംസ്ഥാനങ്ങളിൽ നടപ്പിലാക്കാൻ അവർ ശ്രമിക്കുന്നത്. ഇപ്പോൾ ഉത്തരാഖണ്ഡിലെ നിയമം അനുസരിച്ച്, ബില്ലിൽ വന്ന നിയമം അനുസരിച്ചിട്ട് ഉത്തരാഖണ്ഡിൽ നിന്നും പുറത്തു പോകുന്നവർക്കും ഉത്തരാഖണ്ഡിൽ ഇല്ലാത്തവർക്കും ഉത്തരാഖണ്ഡുകാരാണെങ്കിൽ അവർക്ക് ഈ നിയമം ബാധകമാണ് എന്നതാണ്. വിവാഹമോചനം, സ്വത്തുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ, ഇത്തരം കാര്യങ്ങൾ ഏറ്റവും പ്രധാനമായിട്ടും ഇത് ചർച്ച ചെയ്യുന്നു മാത്രമല്ല നടപ്പിലാക്കും. ഇനി ആർക്കും തോന്നുന്നത് പോലെ വിവാഹം കഴിക്കാനും രാജ്യത്തിൻ്റെ നിയമങ്ങൾ അനുസരിച്ച് പ്രായപൂർത്തി ആയവർക്ക് മാത്രം അതിനെല്ലാം പ്രത്യേക പ്രായം പറഞ്ഞിട്ടുണ്ട്. പുരുഷൻ എത്ര പ്രായം, സ്ത്രീക്ക് എത്ര പ്രായം എന്നുള്ളത് അതെല്ലാം അനുസരിച്ച് മാത്രമേ ഇനി വിവാഹം നടത്താൻ കഴിയൂ. മാത്രമല്ല വിവാഹമോചനവും തോന്നും പോലെ വിവാഹമോചനം നടത്താൻ കഴിയില്ല. അതിനെല്ലാം നിയമപരമായ സാധുത വേണം. പിന്നെ സ്വത്ത് എന്ന് പറയുന്നത് പുരുഷനും സ്ത്രീക്കും ഒരേപോലെ സ്വത്തിന് അവകാശമാണെന്നാണ് ഇപ്പോൾ ഈ ഉത്തരാഖണ്ഡ് പാസ്സാക്കിയ UCC നിയമത്തിൽ പറയുന്നത്. അപ്പോൾ ഇതാണ് സമത്വം പ്രഖ്യാപിക്കുക എന്നതാണ് ഈ ഏകീകൃത സിവിൽ കോഡിൻ്റെ പ്രധാന ലക്ഷ്യമെന്നാണ് ഭരിക്കുന്ന BJP അവകാശപ്പെടുന്നതും അതിൻ്റെ മുഖ്യമന്ത്രിയായ
പുഷ്കർ സിംഗ് ധാമിയും അവകാശപ്പെടുന്നത്. എന്നാൽ അവിടുത്തെ പ്രതിപക്ഷം, കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷം പ്രത്യേകിച്ച് ഇതിനെ എതിർക്കുകയാണ്. സ്വാഭാവികമായിട്ടും ഒരു പ്രതിപക്ഷം എതിർക്കുമെന്ന തരത്തിലല്ല, മാത്രമല്ല ഇതൊരു വർഗീയ വിഭാഗീയത ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണെന്നാണ് അവർ അവകാശപ്പെടുന്നത്. അവിടെയാണ് ധാമി പറയുന്നത് ഇതെങ്ങനെയാണ് എല്ലാവർക്കും ഒരുപോലെ ഒരേ തരത്തിൽ നിയമം നടപ്പിലാക്കണം, തോന്നുന്നത് പോലെ കാര്യങ്ങൾ നടത്താൻ പറ്റില്ല, സ്വത്തിന് തുല്യ അവകാശം സ്ത്രീക്കും പുരുഷനും ഒരുപോലെ കൊടുക്കുമ്പോൾ ആ തുല്യത വരുത്തുമ്പോൾ അതെങ്ങനെയാണ് പക്ഷാഭേദമാകുന്നത്, മതവിവേചനമാകുന്നതെന്ന് മനസ്സിലാകുന്നില്ല എന്നാണ് ധാമിയും BJPയും പറയുന്നത്. എന്തായാലും ഈ ഏകീകൃത സിവിൽ കോഡ് രാജ്യത്ത് നടപ്പിലാക്കണമെന്നത് വളരെ കുറേ കാലമായിട്ട് BJP അവരുടെ പ്രകടന പത്രികയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ദേശീയ തലത്തിലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ഇത് ചർച്ചയാകാറുണ്ട്. രാജ്യത്ത് പലപ്പോഴും പല ചർച്ചകളും വരാറുണ്ട്. എന്നാൽ അതിൻ്റെയൊക്കെ മധ്യത്തിലാണ് ഇപ്പോൾ ഉത്തരാഖണ്ഡ് ഈ നിയമം പാസ്സാക്കിയിരിക്കുന്നത്. പിന്നാലെ BJP ഭരിക്കുന്ന മറ്റു പല സംസ്ഥാനങ്ങളും ഇത് പാസ്സാക്കും എന്നതാണ് യാഥാർത്ഥ്യം. ഓരോ ജീവിതവും ഓരോ കഥകളാണ്, വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ. വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം. അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും? എന്താ, ശരിയല്ലേ? നിങ്ങളുടെ അനുഭവങ്ങൾ, കഥകൾ എന്തുമായിക്കൊള്ളട്ടെ, അത് കേൾക്കാൻ DNA ന്യൂസിലൂടെ ഞാൻ എത്തുന്നു. കഥ പോലൊരു ജീവിതം, അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. നമുക്ക് ഒന്നിച്ച് കാണാം, കുറേ കാര്യങ്ങൾ സംസാരിക്കാം, വേദനകൾ പങ്കിടാം. നിങ്ങളുടെ വിഷയങ്ങൾ, അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു.